ഹായ് ദിസ് ഡി ടി എച്ച് ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഹലോ മമ്മി, ഡയറക്ഷൻ വൈശാഖ് ഹിളൻസ്, റിട്ടൺ ബൈ സഞ്ജോ ജോസഫ്. സഞ്ജോ ജോസഫ് ഫാലിമി എഴുതിയ ആളാണ്. ഫാലിമിയുടെ കോ റൈറ്ററാണ്. ഫാലിമി ഉഗ്രം പടമായിരുന്നു, പക്ഷേ ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പല സമയത്തും ഓണസ്റ്റ് ആയിട്ടുള്ളൊരു എഫേർട്ട് നമുക്ക് കാണാം. പ്ലോട്ട് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആ ഒരു വൺ ലൈൻ സ്റ്റോറി പറയുന്നത് അങ്ങനെ പറയുവാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലോട്ടാണ്. അതായത് ഒരിക്കലും മോളെ വിട്ടുപിരിയാത്തൊരമ്മ, ഫോർ എവർ, അതായത് ഒരിക്കലും വിട്ടുപിരിയാത്തൊരമ്മ, ഐശ്വര്യലക്ഷ്മിയുടെ കഥാപാത്രത്തിൻ്റെ അമ്മ ആരാന്ന് കാണിക്കുന്നില്ല, പക്ഷേ ഫോർ എവർ കൂടെയുള്ള ഒരു സ്പിരിറ്റ് പോലെയാണ് കാണിക്കുന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അത് മാത്രമല്ല, അതെ, അത് മാത്രമേ ഉള്ളൂ പറയാൻ. ഏകദേശം ജെക്സ് ബിജോയുടെയാണ് മ്യൂസിക്. പലപ്പോഴും ടു മച്ച് BGM പോലെ തോന്നി. ഒരു പാട്ട് മാത്രം ഒരു എബവ് ആവറേജ് പാട്ടായിട്ട് തോന്നി. ചിലപ്പോൾ ഒരുപക്ഷെ ഒരു പാട്ട് ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു, ശ്രദ്ധിച്ചില്ല. അല്ല, പല പാട്ടുകളും ഉണ്ട്, പക്ഷെ അതിൽ ഒരു പാട്ട് ലാസ്റ്റ് വരുന്നൊരു പാട്ട് മാത്രമേ ഉള്ളൂ. ഒരു സങ്കടപ്പാട്ട് കണക്കൊരു പാട്ടുണ്ട്, അതാണ് വലിയ കുഴപ്പമില്ലാതെ തോന്നിയത്. ബാക്കിയൊക്കെ ആവറേജ് എഫറായിട്ട് തോന്നി. മേക്കപ്പും വളരെ ഐശ്വര്യയുടെ ഇൻട്രോ സീനിലും ഉടനീളം ജഗദീഷിൻ്റെ മുഖത്തുമൊക്കെ മേക്കപ്പ് വല്ലാത്ത മോശമായിട്ട് തോന്നി. സാധാരണ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരാളല്ല, പക്ഷേ ഇത് ഇച്ചിരി എടുത്തു നിന്നാണൊക്കെ തോന്നി, എടുത്തു നിന്ന് മുഴച്ചു നിന്നാണൊക്കെ തോന്നി. ഷറഫുദ്ദീൻ, ഐശ്വര്യ, ജഗദീഷ്, ജോമോൻ, പിന്നെ ആരായിരുന്നു, ബിന്ദു പണിക്കർ, ജോൺ ആൻ്റണി, അജു വർഗീസ്. ജോൺ ആൻ്റണി, അജു വർഗീസ് ഒരു പാക്കേജായിട്ട് വരുന്നത് തോന്നുന്നു. പലപ്പോഴും പല പടങ്ങളും ഇവർ ഒരുമിച്ച് കാണാറുണ്ട്. ഈയിടെയാണ് സ്വർഗത്തിൽ ഇവരുണ്ടായിരുന്നു, ഈ പടത്തിൽ ഇവരുണ്ട്. ഇനി വരാൻ പോകുന്ന ഏതോ പടത്തിലും അങ്ങനെ കണ്ടു. അങ്ങനെ സ്ഥാനത്ത് ശ്രീകുട്ടനാന്ന് തോന്നുന്നു, അങ്ങനെ എന്തൊരു പടം വരുന്നില്ലേ, അതിലാ കണ്ട കണക്കൊരു ഓർമ്മ. എന്തുമായാലും ജോൺ ആൻ്റണി പതിവ് പോലെ സാധാരണ പടങ്ങളിൽ പുള്ളി എന്താണോ കാണിക്കുന്നത് അതൊക്കെ തന്നെയാണ് ഈ പടത്തിലും കാണിച്ചിരിക്കുന്നത്. അജു വർഗീസിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി എക്സെൻട്രിക്കാണ്, ഇച്ചിരി എബവ് ദ ലൈൻ ക്യാരക്ടറാണ്. ഇതിന് കുഴപ്പമെന്ന് വെച്ചാൽ പല ക്യാരക്ടേഴ്സും ഒരു കാരിക്കേച്ചർ പോലെയാണ്. പിന്നെ ഇതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കിടക്കുമ്പോൾ കുറച്ച് ഒരു ബ്ലാക്ക് മാജിക് പോലെയും വാട്ട് എവർ യു വാണ്ട് ടു കോൾ ഇറ്റ്, അങ്ങനത്തെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അത് കുറച്ച് കടന്നു കൈയായിട്ട് തോന്നി. പക്ഷേ അതിൻ്റെ സ്റ്റാർട്ട് ഉണ്ടായിരുന്നു, ഇൻട്രീക്കിങ് സ്റ്റാർട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു തുടക്കം, പ്രതീക്ഷിക്കാത്ത തുടക്കമായിരുന്നു. അപ്പോൾ കുറച്ച് ഹോപ്സ് എനിക്കുണ്ടായിരുന്നു പടത്തെ കുറിച്ച്, പക്ഷേ പിന്നെ അതൊക്കെ ഫിസിൽ ഔട്ടായി പോയി. ജോമോൻ ഈ പടത്തിലും ഓവറായിട്ട് തോന്നി. പലപ്പോഴും എനിക്ക് പുള്ളി ഓവറായിട്ട് തോന്നാറുണ്ട്. വാഴയിലും ഓവർ ആക്ടിങ് ആയിട്ടാണ് തോന്നിയത്. പുള്ളിയുടെ അഭിനയം എനിക്ക് അത്രയും പിടിക്കാറില്ല പൊതുവെ. ഈ പടത്തിലും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ പറയേണ്ടി വരുമെന്ന് തോന്നുന്നു. ഓണസ്റ്റായിട്ട് പറയുവാണെങ്കിൽ അങ്ങനെ പറയേണ്ടി വരും. പിന്നെ പല സീൻസിലും ഫോക്കസ് പുള്ളിയും കറക്റ്റ് അല്ലാത്തതെന്നൊക്കെ തോന്നി. സംസാരിക്കുന്ന പലരും ഫോക്കസ് ഇല്ലാതെന്നൊക്കെ തോന്നി. ഇതിനൊരു ആസ്പെക്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഈ ഷറഫുദ്ദീൻ ക്യാരക്ടർ കുറച്ചൊരു മാൻ ചൈൽഡ് പോലെയാണ് കാണിക്കുന്നത്, പ്രത്യേകിച്ച് ആദ്യ ഭാഗങ്ങളിൽ. പുള്ളിക്ക് വരുന്നൊരു മാറ്റം, ഒരു കമ്മിങ് ഓഫ് ഏജ്, ആ രീതിയിലാണ് ഈ പടം പോയിരുന്നതെങ്കിൽ പോലും എനിക്ക് ഇഷ്ടപ്പെട്ടെന്നും തോന്നുന്നു. പക്ഷേ ഇത് വേറൊരു ലൈനിലേക്ക് പോയി. അതായത് എസ്രയുടെ ഒരു ഉദ്ദേശിച്ച ഒരു കോമഡി ഹൊറർ ആണെങ്കിൽ എസ്രയുടെ കണക്കുള്ളൊരു സീരിയസ്നെസ് കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ അതും വന്നില്ല. എന്നാൽ അടികപ്പ്യാരെ കുട്ടമണി പോലുള്ള രീതിയിലുള്ള കോമഡിയും വന്നില്ല. ചില തമാശകളുണ്ട്, നല്ലതാണ്, പക്ഷേ ഒരു 2.25 മണിക്കൂർ ഉടനീളം നമ്മൾ പിടിച്ചെടുത്ത് നടക്കുന്ന തമാശകളൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. തമാശകളൊന്നും ഏറ്റില്ല. രോമാഞ്ചം കണക്ക് ഞാൻ രോമാഞ്ചോട് കമ്പയർ ചെയ്യുന്നില്ല, കാരണം രോമാഞ്ചം ഒരു കൾട്ട് ആണ്, അപ്പോൾ രോമാഞ്ചോട്ട് കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ ഇതിലും അവസാനം പാർട്ട് 2 വരുന്നതായിട്ട് കാണിക്കുന്നു. അത് എന്തിനാണോ ഇച്ചിരി ഓഡാസിറ്റി കൂടിപ്പോയെന്ന് തോന്നി. കാരണം എന്തിനാണ് എല്ലാവരും ഈ പാർട്ട് 2ൻ്റെ സംഭവം വെക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ബാഹുബലി മുതൽ തുടങ്ങിയ ഒരു
മൂവ്മെൻ്റ് ആണിത്. മിക്ക പടങ്ങളിലും പാർട്ട് 2 ആദ്യമേ അങ്ങ് പ്രഖ്യാപിക്കുക. ബാഹുബലിയിൽ അതിനുള്ള ആംപിയർ ഉണ്ടായിരുന്നു, രാജമൗലിക്ക് അതിനുള്ള ടാലൻറ്റും ജീനിയസും ഉണ്ട്. പക്ഷെ എല്ലാവരും ഇതിൻ്റെ പുറകെ പോകുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു ഏണസ്റ്റ് എഫേർട്ട് ഉണ്ടെങ്കിലും ഒരു അണ്ടർവെൽമിങ് അഫെയർ ആയിപ്പോയി ഹലോ മമ്മി. അങ്ങനെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. 2 out of 5 for Hello Mummy. Thanks for watching.